Good morning, guys. Good morning, friends. Yesterday I show you the appam batter. It's done now. Amazing appam batter. Look at the fermentation. You can see the recipes for the batter I have shown already in my stories. No yeast, nothing. Look at this beautiful appams. And this is my breakfast story. You can check the recipe on my stories. I made with tender coconut water. Look at this beautiful appam, no preservative, no yeast, nothing. I used some old batter. Beautiful thoran chammandi. I made some thoran chammandi and coil roast. Coil egg roast, sorry, coil egg. അപ്പോൾ ഗുഡ് മോർണിംഗ് ഗൈസ്. ഇതാണ്ട് അപ്പം നല്ല അടിപൊളിയായിട്ട് അപ്പത്തിൻ്റെ മാവിൻ്റെ റെസിപ്പി ഞാൻ ഇന്നലെ സ്റ്റോറിയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കാണാം, വളരെ ഈസി ആയിട്ട് സിമ്പിളായിട്ട് എടുക്കുകയാണ് കേട്ടോ. ഇത്രയും സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇത് കൈ വെച്ച് ഇങ്ങനെ പയ്യെ എടുക്കാൻ പറ്റും. ഇതാണ് അപ്പം. ഇത്ര അപ്പം ഇത് സോഫ്റ്റ് അപ്പം, ഇതുപോലുള്ള സോഫ്റ്റ് അപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരു സംഭവമില്ല, അടിപൊളിയാണ് ഈ അപ്പം. ഈ അപ്പത്തിന് പറയുന്നത് മാവ് കണ്ട, ഞാൻ അടുത്ത മാവ് അപ്പം ചുടാൻ പോവാണ്, നോക്കിക്കോളൂ. സിമ്പിളായിട്ട് മാവ് ഒഴിക്കുക. ഇതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ സ്റ്റോറിയിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അപ്പം ഗൈസ്, so many people always request for the appam batter recipe. I posted yesterday how to make my way, and it's not always easy to get tender coconut. But if no tender coconut, you can use normal coconut. But just go the process. You don't need any yeast or anything. And I use a old batter technique. I'll keep this little bit batter for next time. I'll keep it in the freezer. Whenever I make a appam batter, I'll take it from freezer to the fridge. Then I'll add that old batter give a real good fermentation. Very normal and organic appams. This is the organic appam. Look at the soft. You can see. This is just simply awesome, and the taste is, and with this chutney, this chutney is one of the very favorite for me. I already posted this recipe in my Instagram a few weeks earlier. So guys, അപ്പത്തിൻ്റെ റെസിപ്പി അരി പച്ചരി മാത്രമേ ഉള്ളൂ. ഒരുപാട് പേര് പല രീതിയിൽ ഈസ്റ്റ് ഇടണം, കപ്പി കാച്ചണം, അങ്ങനെയൊക്കെ ഉണ്ടാക്കാം. ഇത് വളരെ സിമ്പിളായിട്ടുള്ള അപ്പമാണ്. അരി നന്നായിട്ട് ഒരു 5 മണിക്കൂർ കുതിർത്ത് വെക്കണം. പച്ചരി നല്ല ക്വാളിറ്റിയുള്ള പച്ചരി കുതിർത്ത് വെച്ച് 4-5 തവണ നന്നായിട്ട് കഴുകിയിട്ട് തേങ്ങ അല്ലെങ്കിൽ കരിക്കെന്ന് പറഞ്ഞാൽ ഒരു ഇളം കരിക്കല്ല, ആ തേങ്ങയുടെയും കരിക്കിന്റെ ഇടയിൽ നിൽക്കുന്ന ഒരു പരുവുണ്ട്, വെടല എന്ന് പറഞ്ഞൊരു പരുവുണ്ട്. വെടലയാണെങ്കിൽ ഉഗ്രനാണ്. അപ്പൊ വെടല എടുത്തിട്ട് തേങ്ങാവെള്ളമായിട്ട് നന്നായിട്ട് മിക്സിയിൽ അരച്ചിട്ട് അരിയും അരച്ച് കുറച്ച് 1 കപ്പ് വെള്ളച്ചോറും അരച്ച് സെറ്റാക്കി വെച്ചേക്കുക. പഴയ അപ്പമാവ് ഉണ്ടെങ്കിൽ അതിനോടൊപ്പം കുറച്ച്, എല്ലാ തവണ അപ്പം ഉണ്ടാക്കുമ്പോൾ കുറച്ച് മാവ് നിങ്ങളെടുത്ത് മാറ്റി വെക്കണം. മാവ് മാറ്റി ഫ്രീസറിൽ വെക്കാം. അല്ലെങ്കിൽ ഐസ് ക്യൂബിന്റെ ട്രേയിൽ കുറച്ച് അപ്പമാവ് ഒഴിച്ചു വെച്ചാൽ ഐസ് പോലെ ഇങ്ങനെ സെറ്റാക്കി വെക്കാം. എപ്പോഴാണ് ആവശ്യം വരുന്ന 1-2 ക്യൂബ്സ് എടുത്ത് മെൽറ്റ് ആക്കിയിട്ട് ഈ ബാറ്ററിൽ തലേ ദിവസം ഒഴിച്ചു കഴിഞ്ഞാൽ മാവ് ഇതേപോലെ സുന്ദരമായിട്ട് സോഡാപ്പൊടിയോ ഈസ്റ്റിന്റെ ഒന്നും ആവശ്യമില്ലാതെ അടിപൊളി അപ്പമായിട്ട് കിട്ടും. കണ്ടില്ല അതിന്റെ കളറും സോഫ്റ്റ് ആക്കത് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ കീറി വരും സ്വന്തമായിട്ട്. ഉണ്ടാ ഇത്രയും, ഇതാണ് സോഫ്റ്റ്നെസ്. അപ്പം ഇത് കാടമുട്ട പുഴുങ്ങിയതാണ്. അതുകൊണ്ട് ഇത് തേങ്ങാ ചമ്മന്തിയാണ്, തോരൻ ചമ്മന്തി. അപ്പോൾ നിങ്ങളുടെ റെസിപ്പികൾ, ഇതിന്റെ എല്ലാ റെസിപ്പികളും ഇൻസ്റ്റാഗ്രാമിലുണ്ട്. Guys, if you have any doubt on appam, let me know. See, this is the batter. You have to put it and slowly bend it down the pan, Popper's pan, and just put it. You will get the beautiful appams. Look at the beauty here. See, the side is crispy, the center is soft. That is called appams. You know what is actually appam? Appam is like the side part need to be very crispy. This is crispy in the side. ആൻഡ് ദ സെൻറ്റർ, അതാണ് അപ്പം എന്ന് പറയുന്നത്. ചിലരുടെ അപ്പം ഉണ്ടാക്കുമ്പോൾ കറക്റ്റ് ആയിട്ടില്ല. അപ്പത്തിൻ്റെ അപ്പം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ലൈഫായിട്ട് ഇങ്ങനെ നിൽക്കണം. ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ കണ്ടോ, ഇറ്റ് സ്റ്റാൻഡ് ലൈക്ക് ദിസ്. ഇതാണ് അപ്പം.
അപ്പം എന്ന് പറയുമ്പോൾ അതിൻ്റെ സൈഡ് നല്ല ക്രിസ്പി ആയിട്ടും സെൻറ്റർ നല്ല സോഫ്റ്റ് ആണ്. അതിൻ്റെ അവിടെ ഇത് 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 ഞെക്കുള്ളതുണ്ട. സെൻറ്റർ സോഫ്റ്റ് ആയിട്ടിരിക്കുകയും വേണം, സൈഡ് നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. ആ ക്രിസ്പി ആയിട്ടിരിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. സോ ഗൈസ്, പ്ലീസ് മേക്ക് എക്സലൻറ്റ് അപ്പംസ്. ദിസ് ഈസ് എ ബെസ്റ്റ് റെസിപ്പി. ആൻഡ് റെസിപ്പിയുടെ മെത്തേഡ് ഞാൻ സ്റ്റോറിയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക. ലൈക്കോ ഷെയറോ ഒന്നും നിങ്ങൾ തരില്ല. സോ കണ്ടോ, അപ്പോൾ ഇത് കണ്ടോ, ഇത് ഇങ്ങനെ ആയി വരുന്നുണ്ടല്ലോ. ലുക്ക് യാർ, സോ നൈസ്. ഇതാണ് അപ്പം എന്ന് പറയുന്നുണ്ട്. ആ സെൻറ്റർ പാർട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വരണം. സൈഡ് ഇറ്റ്സ് എ ലേസി എഡ്ജസ്, വെരി ക്രിസ്പി ഇൻ ദ സൈഡ് ആൻഡ് സോ സോഫ്റ്റ് ഇൻ ദ സെൻറ്റർ. ഇതാണ് അപ്പം. അപ്പം എല്ലാവരും നല്ല അപ്പമൊക്കെ ഉണ്ടാക്കി കഴിക്കുക. അപ്പം ഉണ്ടാക്കിയ എൻ്റെ ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷനാണ് ഈ അപ്പവും ഈ ചമ്മന്തി. ഞാനിത് കഴിക്കാൻ പോവാണ്. വളരെ ഇത് കരിക്ക് വെച്ചിട്ട് എൻ്റെ വീട്ടിലൊരു ചെന്തം കൊണ്ട്, ദാറ്റ് ഈസ് കോൾഡ് റെഡ് കോക്കനട്ട് ഓർ കിങ് കോക്കനട്ട്. അപ്പോൾ ആ കോക്കനട്ടിൻ്റെ ഷെല്ലെടുത്തിട്ട് മാറ്റി അതിൻ്റെ തേങ്ങ എടുത്ത് കരിക്കും വെള്ളത്തിൽ മിക്സിയിൽ നന്നായിട്ട് അരയ്ക്കണം, അത് മാത്രം. എന്നിട്ട് അരി സെപ്പറേറ്റ് ആയിട്ട് അരയ്ക്കുക, കുറച്ച് ചോറ് സെപ്പറേറ്റ് ആയിട്ട് അരയ്ക്കുക, നന്നായിട്ട് മിക്സ് ചെയ്യുക, കുറച്ച് പഴയ മാവിടുക. എന്നിട്ട് സെറ്റാക്കി ഒരു 10 മണിക്കൂർ, രാത്രി ഒരു 7 മണി 8 മണിക്ക് വെച്ചിട്ട് രാവിലെ 8:30 9 മണി, ഇന്നലെ 7 മണിക്ക് അരച്ച മാവാണ്. ഇപ്പോൾ അറൌണ്ട് 12 hours. അമേസിങ് batter recipe in my story. You go and check my story. You see how I made this batter. So the storage of batter, the fresh batter, keep it room temperature. If you are in a cold country, it's little bit difficult, but still you can put in the oven lights on, not the oven on, lights on. Keep it in the oven for a few hours and it get fermented. I made this same batter in London. So London is a cold place, and I get lots of messages from Canada and Australia. When there is so winter, they are not getting a batter, even dosa or idli or appam. So guys, it's if you are in a cold country, keep it in the batter for few hours in the oven with lights on, not the heater on, lights on, and it will warm up and get fermented. Previous batter you have to keep it. അപ്പോൾ ഇതാണ് പറയുന്നത്, ഒരിത്തിരി പ്രീവിയസ് ബാറ്റർ, അല്ലെങ്കിൽ യു ക്യാൻ യൂസ് ഇറ്റ്. ഇഫ് പ്രീവിയസ് ബാറ്റർ ഇല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, പ്രീവിയസ് ബാറ്റർ ഇല്ലെന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് ഈസ്റ്റ് ഇടാം. അപ്പം പ്രീവിയസ് ബാറ്റർ നമ്മൾ പുളിച്ച മാവെന്നാണ് പറയുന്നത്. അപ്പം പുളിമാവ് ഈ റെസ്റ്റോറൻറ്റ്സ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നതാണ്. ഈ പുളിച്ച മാവ് എല്ലാ ദിവസവും പഴയ മാവൂടെ പുതിയ മാവായിട്ട് മിക്സ് ചെയ്യുമ്പോഴാണ് ഒരേ കൺസിസ്റ്റൻസിയിൽ അപ്പം കിട്ടുന്നത്. അപ്പോൾ വീട്ടിൽ വല്ലപ്പോഴും അപ്പം ഉണ്ടാക്കുമ്പോൾ ഈ പഴയ മാവില്ലാത്തതുകൊണ്ടാണ് ഈ അപ്പത്തിൻ്റെ കൺസിസ്റ്റൻസി വരാം. സോ ദാറ്റ്സ് ദ റീസൺ ഐ എം ഗിവിങ് എ ഗുഡ് ടിപ്സ്. എപ്പോഴും മാവ് ഉണ്ടാക്കുമ്പോൾ ഒരു 2 തവി മാവ്, ഇത്രയും മാവ്, ഇതേപോലുള്ള 2 തവി മാവ് ഫ്രീസറിൽ സെപ്പറേറ്റ് വെക്കുക. എപ്പോൾ അപ്പം ഉണ്ടാക്കുന്നോ തലേ ദിവസം ഈ മാവ് ഫ്രിഡ്ജിൻ്റെ വെളിയിൽ വെക്കുക. എന്നിട്ട് ഇത് ആഡ് ചെയ്യുക. അപ്പോൾ ആ പുളിമാവിൻ്റെ ടെക്സ്ചർ കിട്ടും. സോ അത്ര ഈസ്റ്റിൻ്റെ ആവശ്യമൊന്നുമില്ല. ഓക്കെ ഗൈസ്, ഇപ്പം അപ്പങ്ങൾ കണ്ടല്ലോ. അപ്പോൾ ഒരുപാട് അപ്പം ചുട്ടി ഞങ്ങൾ തിന്നാൻ പോവാണ് ഗൈസ്. ഇന്ന് എൻ്റെ കോവിഡിൻ്റെ ടെസ്റ്റ് പോകാൻ പോവാണ്. കോവിഡ് ടെസ്റ്റ് അല്ല, ക്വാറന്റൈൻ കഴിഞ്ഞ് ഐ എം ഗോയിങ് ടു ബി എ ടെസ്റ്റ്. ഹോപ്പ്ഫുള്ളി എവറിത്തിങ്. ചമ്മന്തി റെസിപ്പി ഞാൻ ഇങ്ങനെ ഫ്രീ ആയിട്ട് പറഞ്ഞു തരുന്നില്ല, ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പോയി നോക്കി ഒരു ലൈക്കും ഷെയറും അടിക്കും. ഹായ് ജീൻ. അങ്ങനെ എത്രയോ റെസിപ്പി, ഒരുപാട് റെസിപ്പികൾ ഈ പ്രൊഫൈലുണ്ട്. നിങ്ങൾക്കൊക്കെ പ്രൊഫൈലിൽ പോയി നോക്കാൻ ഭയങ്കര മടിയാണ്. എല്ലാവരും മെസ്സേജ് അയച്ചിട്ട് എനിക്ക് ഈ റെസിപ്പിയുടെ ലിങ്ക് അയച്ചാൽ, ഈ റെസിപ്പിയുടെ ലിങ്ക് അയച്ചാൽ, ഒരു 5 മിനിറ്റ് ഒന്ന് പോയി നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് എല്ലാ റെസിപ്പിയും ഉണ്ടാവും. So guys, I am giving a good tip how to make good appam in restaurant style. It's a simple secret is the consistency of the batter. The consistency means you have to add old batter every day. ഇപ്പോൾ റെസ്റ്റോറൻറ്റിൽ എന്താ പറ്റുന്നത്, ഇന്നത്തെ മാവ് നമ്മൾ എപ്പോഴും ഉണ്ടാക്കുകയാണ്. കണ്ടോ, സൈഡ് നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്ന, ഇതാണ് ഈ അപ്പത്തിൻ്റെ കൺസിസ്റ്റൻസി ഞാൻ പറയുന്നത്. ഇത് ഒന്നും ചെയ്യണ്ട, തന്നെ ഇളവി വരും. ലൈവ് ഷോയിൽ കാണിക്കുകയാണ് നിങ്ങളെ. ഇതൊരു മാജിക്കും ഇല്ല, സിമ്പിൾ അപ്പം, ഒന്നുമില്ലാതെ വരികയാണ്. അതിൻ്റെ ഈ സൈഡ് ഇത്രയും നിങ്ങളെ ഇങ്ങനെയുള്ള അപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ലുക്ക് അറ്റ് ദിസ് ബ്യൂട്ടി യാർ, ഐ ജസ്റ്റ് ലവ് ഇറ്റ്. സി ഇത് ഹോട്ട് അപ്പം ഇങ്ങനെ ഇരിക്കുകയാണ്. കണ്ട, ഇത് നോക്കിത് കണ്ട, ഈ അപ്പം ഇങ്ങനെ ജീവനോടെ നിൽക്കണം ഇതായിട്ട്. കണ്ട, അടുത്ത അപ്പോടെ ചൂടാണ്.
ദേ അപ്പം എന്ന് പറയുന്നത് ഇതാണ് അപ്പം. കണ്ടില്ലെങ്കിൽ കണ്ടോളൂ. എങ്ങനെ ഉണ്ടാക്കുന്ന ടിപ്സ് പറഞ്ഞു. എപ്പോഴും ഇങ്ങനെ ലൈവിൽ വന്ന് കാണിച്ചു തരാനൊന്നും പറ്റില്ല. ഇതിൻ്റെ കളർ, ഈ അപ്പത്തിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് അതിൻ്റെ എഡ്ജ് നല്ല ക്രിസ്പി ആയിരിക്കണം. അതുപോലെ ഈ റെഡ് കളർ വരണം. സെൻറ്റർ നല്ല ഫ്ലഫി ആയിരിക്കണം. ഇതൊക്കെയാണ് നല്ല. ഇപ്പോൾ നമ്മൾ ആനയുടെ ചന്തം പറയത്തില്ല, ആനയുടെ കാലിൽ നല്ല നഖം വേണം, അതിൻ്റെ തുമ്പിക്കൈ ഇങ്ങനെ ഇരിക്കണം. അപ്പത്തിനുണ്ട് ഇതേപോലെ നല്ല ക്വാളിറ്റി. അപ്പോൾ ചിലരുടെ അപ്പം നല്ല വെളുത്തിരിക്കും, ഇതേപോലെ സൈഡൊന്നും ക്രിസ്പി ആവത്തില്ല, പൊങ്ങിയിരിക്കും. അപ്പോൾ പലതരം പ്രശ്നങ്ങളുണ്ട്. നല്ല ആനച്ചന്തം എന്ന് പറയുന്ന ആനയുടെ 8 ഗുണങ്ങൾ: ആനയുടെ നഖം വെളിയിലോട്ടിരിക്കണം, തുമ്പിക്കൈ ഇപ്പുറത്തിരിക്കണം, അല്ലെ കൊമ്പ് വളഞ്ഞിരിക്കണം എന്നൊക്കെ പറയുന്ന പോലെ അപ്പത്തിനും അതിൻ്റെതായ ചന്തമുണ്ട്. ഇതൊരു നല്ല ലക്ഷണമൊത്ത ഒരപ്പമാണെന്ന് ഞാൻ പറയാം. കാരണം എന്താണ്? സൈഡ് ക്രിസ്പി, ആ റെഡ് ഇൻ കളർ, സെൻറ്റർ വെരി ഫ്ലഫി, സോഫ്റ്റ് ആൻഡ് ടേസ്റ്റ് അമേസിങ്. അത് നിങ്ങൾക്കിപ്പോൾ ടേസ്റ്റ് എനിക്ക് കാണിച്ചു തരാൻ പറ്റില്ല, കാരണം എനിക്കേ അറിയാൻ പറ്റുള്ളൂ ഇത് എന്താണ് ടേസ്റ്റ് എന്ന്. നിങ്ങൾ മാവ് അരച്ചത് എങ്ങനെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന്. സോ ഗൈസ്, പ്ലീസ് ചെക്ക് മൈ സ്റ്റോറി ആൻഡ് യു ക്യാൻ സീ ഹൗ അടുത്ത അപ്പം റെഡിയായി. അപ്പം ഇത് കണ്ട, നമ്മൾ ഒരു പണിയില്ല. ഇത് കണ്ട, ഇത്രയും സോഫ്റ്റായിട്ട് അപ്പം ഇളകി വരുന്നത് കണ്ട, ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അപ്പം ദേ വന്നു. അപ്പോൾ എനിക്ക് 4 അപ്പം മതി. ഇനി ഞങ്ങൾ ഇത്രയും നേരം നിങ്ങളോട് സംസാരിച്ചുകൊണ്ട് ഒരപ്പോടെ കൂടുതൽ കഴിക്കാം. അപ്പോൾ അത് വീണ്ടും കഴിക്കുകയാണ്. അപ്പോൾ വൈഫിനൊരു 4 അപ്പമുണ്ട്. നമ്മുടെ വീട്ടിലൊരു ഡോഗുണ്ട്, പുള്ളിക്കാരനും അപ്പം ഭയങ്കര ഇഷ്ടമാണ്. അവനാണ് 3 കോഴിമുട്ട. അപ്പോൾ ഒരു ലാബ് വീട്ടിലുണ്ട്. അപ്പോൾ അവനും നമ്മുടെ കണക്ക് അപ്പവും കറികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അപ്പത്തിൻ്റെ റെസിപ്പികളൊക്കെ എല്ലാവർക്കും മനസ്സിലായല്ലോ, കണ്ടല്ലോ. നല്ല നല്ല അപ്പങ്ങൾ. ഇതാണ് പറയുന്നത്, അപ്പങ്ങളെ പാടും ഒറ്റയ്ക്ക് ചുട്ടമ്മായി എന്നുള്ള പറഞ്ഞ പോലെ. അപ്പം വൺ ഓഫ് മൈ ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റ്, വൺ ഓഫ് ദ ബെസ്റ്റ് ഫുഡ്. ഐ ക്യാൻ ഈറ്റ് ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ, മിഡ് നൈറ്റ് സ്നാക്സ് എനി ഡേ. സോ എല്ലാ ദിവസവും രാവിലെ 7 മണിക്കപ്പവും 1 മണിക്കപ്പവും വൈകുന്നേരം 8 മണിക്കപ്പവും രാത്രി 12 മണിക്കപ്പം തന്നാലും ഞാൻ കഴിക്കും. കാരണം അപ്പം എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. കണ്ടില്ലേ, ഇത് ഇത്രയും. എൻ്റെ ബാക്ക് കളർ ഞാൻ കാണിച്ചില്ല. ഇതാണ് ബാക്ക് കളർ വരേണ്ടത്. ലുക്ക് അറ്റ് ദ ബ്യൂട്ടിഫുൾ കളർ യാർ. സി, ഉണ്ടോ? അപ്പത്തിൻ്റെ ലക്ഷണം എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. അതിൻ്റെ ബാക്കിലെല്ലാം നമ്മളൊക്കെ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ തിരിച്ചെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വെളുവിളാതിരിക്കും. അത് അപ്പമല്ല. അപ്പോൾ അതിൻ്റെ ആ ഷുഗറും കാര്യങ്ങളൊക്കെയാണ്. അപ്പം നിങ്ങൾ മാവ് ശ്രദ്ധിക്കുക. ഇത് കണ്ടോ, അത് കൂടാണ്ട് തന്നെ വേറൊരു കളർ. ഇത് ഇങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ കീറി വരണം. അതാണ് ഇതിൻ്റെ സോഫ്റ്റ്നെസ്. കണ്ടോ, അത് തന്നെ ഇട്ട് പോയി. ജസ്റ്റ് ഇമാജിൻ ഹൗ സോഫ്റ്റ് ഇറ്റ് ഈസ്. ഞാനൊന്ന് കട്ട് ചെയ്തപ്പം അത് ഇട്ട് പോയതാണ്. അതെ, വീണ്ടും ഒന്നുകൂടെ കാണിച്ചു തരാം. ഇത് കണ്ടോ, തന്നെ ഇത് മുറിഞ്ഞു പോവുകയാണ്. ഇത് അടുത്തപ്പം ആയി. കണ്ടോ, ഈ സൈഡിലൊന്ന് തൊട്ട് കൊടുത്താൽ മതി. കാരണം ഇവിടെ ഈ സൈഡിൽ ഇതിൻ്റെ ഈ ഒരു നട്ട്സിൽ ഇത് ടച്ച് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഒറ്റ ഷോട്ടിൽ ഇത് ഇറങ്ങി വരും. കൈ വെച്ച് എടുക്കാൻ പറ്റുന്നതാണ്. കണ്ടല്ലോ, ഇതേ സോഫ്റ്റ് അപ്പം. ഗൈസ്, ദിസ് ഈസ് ബെസ്റ്റ് അപ്പം സിയാർ. പറയൂ, നിങ്ങളുടെ അഭിപ്രായം പറയൂ. അപ്പോൾ ഈ ചമ്മന്തി ഉണ്ടല്ലോ, ഈ ചമ്മന്തിയും കൂട്ടി ഇങ്ങനെ കഴിക്കുന്നൊരു ഷോട്ട്, എൻ്റെ പൊന്നു മോനെ. ഇത് ചൂട് ചമ്മന്തി. ഈ ചമ്മന്തിയുടെ റെസിപ്പി നിങ്ങൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ കഴിക്കണം. ഇത് കൊല്ലത്തെ ഒരു ബെസ്റ്റ് സാധനമാണ്. ഇത് ചമ്മന്തിക്കകത്ത് ഇങ്ങനെ ഈ അപ്പത്തിനകത്ത് തോരൻ ചമ്മന്തി എന്നാണ് ഇതിന് പേര്. ഈ തേങ്ങയും ചുമന്നുള്ളിയും പച്ചമുളകും മുളക് പൊടി ഉപ്പും കൂടെ വെള്ളം തൊടാതെ അരയ്ക്കും. എന്നിട്ട് വെളിച്ചെണ്ണയ്ക്കകത്ത് കടുകും ചുമന്നുള്ളിയും വത്തൽമുളകും കറിവേപ്പില ഇട്ടൊന്ന് വരട്ടിയെടുക്കും. ഒരു എന്നും പറഞ്ഞ് ഇൻസ്റ്റാഗ്രാമിൽ ഒരു 2-3 വീക്സ് അഗോ ആയി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ അപ്പം ചമ്മന്തി അറിയത്തില്ലെങ്കിൽ നോക്കണം, ഉണ്ടാക്കി കഴിക്കുക. ഇത് ബെസ്റ്റാണ് കേട്ടോ. ഇതിങ്ങനെ ചുരുട്ടി ഇങ്ങനെ ചുരുട്ടിയിട്ട് ഞാൻ കഴിക്കുന്ന കാണിക്കുന്നില്ല, കാരണം നിങ്ങളെ കൂടുതൽ കൊതിപ്പിക്കണ്ട. അപ്പോൾ നിങ്ങളെ കാണിക്കുന്നില്ല. അപ്പോൾ ഗൈസ്, താങ്ക് യു സോ മച്ച്. ഹോപ്പ് നിങ്ങൾ ഈ അപ്പം എങ്ങനെ ചുട്ടു എന്നുള്ള കാര്യം ഈ സ്റ്റോറി ഞാൻ വേണമെങ്കിൽ ഈ ലൈവ് ഞാൻ ഷെയർ ചെയ്യാം. നിങ്ങൾ പ്ലീസ്, നിങ്ങൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇത് സ്റ്റോറിയിൽ ഷെയർ ചെയ്യാം. അപ്പോൾ ഒരുപാട് പേരിലേക്ക് എത്തും. നിങ്ങൾ കാണുന്നവരുണ്ടെങ്കിൽ ഈ ലൈവ് ഞാനത് ഇൻസ്റ്റാഗ്രാമിലും പ്രൊഫൈലിലും IGTV-യിലായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. നിങ്ങളത് പറ്റുമെങ്കിൽ അത് സ്റ്റോറിയിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് പേരിലേക്ക് എത്തും. ഓക്കെ, അപ്പോൾ താങ്ക് യു ഗൈസ്, താങ്ക് യു സോ മച്ച്. വൺസ് അഗൈൻ ഐ ഷോ യു. ദിസ് ഇസ് തോരൻ ചമ്മന്തി, കോയലേക്ക് ആൻഡ് ദ ബ്യൂട്ടിഫുൾ അപ്പംസ്. അപ്പം ഇങ്ങനെ റെഡിയായി വരികയാണ്. കണ്ടല്ലോ ബാറ്റർ.